ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് ക്ലിയർ ആക്കാൻ പറ്റും. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അതിപ്പോ കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും. ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്ത് കൊടുത്തിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മൾ ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും, ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല, അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും. അങ്ങനെ ആരും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് രേണുസുധിയാണ്. രേണുസുധീനെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ എടുക്കാതിരുന്നതാണ്. പക്ഷെ ഈ പ്രാവശ്യത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് പുള്ളിക്കാരിയായിട്ട് വരുത്തി വെച്ചതല്ല. പൊതുവെ പുള്ളിക്കാരിയാണ് എല്ലാ കണ്ടന്റും ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് പുള്ളിക്കാരുടെ തലയിൽ വന്ന് വീണതാണ്. അത് വന്ന് വീണിട്ടും അവിടെ കിടന്നുരുണ്ട് ഇപ്പം ദാനം കിട്ടിയ വീടിന് വരെ കുറ്റവുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ആര്? നമ്മുടെ രേണു ചേച്ചി. സോറി, രേണുല്ല, രേഷ്മ പി തങ്കച്ചൻ, അങ്ങനെ വേണം പറയാൻ. രേണുസുധി എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലി പുള്ളിക്കാരി പേരൊന്നും മാറ്റിയിട്ടില്ല. വെറും റീച്ചിന് വേണ്ടിയിട്ട് മാത്രം കൊണ്ടു നടക്കുന്ന പേരാണ് എന്ത്? രേണു സുധി. സുധി എന്ന് പറയുന്ന സർനെയിം വെച്ചിട്ട് പുള്ളിക്കാരി നല്ല കാശുണ്ടാക്കുന്നതാണ്. അത് നമ്മളിപ്പോ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവരും പിടിച്ച് എയറിലാക്കി പറഞ്ഞിട്ട് കാര്യമില്ല. രേഷ്മ പി തങ്കച്ചൻ അല്ല രേണുസുധി എന്നുള്ള രീതിക്ക് എല്ലാവരും പിടിച്ച് വലിച്ചു കീറി കൊടഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി നമ്മളായിട്ട് എന്തിനു കുറയ്ക്കണം? അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ കഥ തുടങ്ങുന്നത് രേണുസുധി നമ്മുടെ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചു കൂട്ടിയിട്ട് വീടിനെ പറ്റിയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാം. ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് ക്ലിയർ ആക്കാൻ പറ്റും. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അപ്പൊ നമ്മുടെ രേണു ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വെച്ചു കൊടുത്ത വീട്ടിലെ ഇപ്പൊ മൊത്തം ചോർച്ചയാണെന്നാണ് ചേച്ചി പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ആ ചോർച്ച എന്ന് പറയുന്നത് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് അത് അടയ്ക്കാവുന്നതേ ഉള്ളു. പിന്നെ എന്തിനത് മീഡിയയിൽ വന്ന് പറയണം? ചേച്ചിക്ക് വേറൊരു പണിയില്ലേ? അപ്പം ഇതിനെതിരായിട്ട് ഇത് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതും കൂടി കാണാം. നിങ്ങൾ കണ്ട് രേണുസുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 200 എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക്. അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് സങ്കടം അതേപോലെ ദേഷ്യം വരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാപത്തിൽ ഒരാൾ സഹായിച്ചു. ഇപ്പം ആ പുള്ളിക്കാരിക്ക് ആ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം രക്ഷപ്പെട്ടു എന്നായ സമയത്ത് അഹങ്കാരം തലയ്ക്ക് പിടിച്ചപ്പോഴത്തേക്കും ഈ ആപത്തിൽ സഹായിച്ചവരുടെ കൈ തട്ടി മാറ്റിയിട്ട് നീ ആരാടാ എന്ന് ചോദിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് രേണു ഇപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരാള് സഹായം പോലെ ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം നമ്മുടേതാണ്. അതല്ലാതെ അവിടുത്തെ മെയിൻ്റെനൻസും കൂടി നിങ്ങൾ ചെയ്തോ എന്നും പറഞ്ഞു കഴിയുന്നത് എവിടുത്തെ കാര്യമാണ് ചേച്ചി? ചേച്ചിക്ക് മറ്റേ നനഞ്ഞടം കുഴിക്കുന്ന പരിപാടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വല്ല ബോധ്യമുണ്ടോ? ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുധിയുടെ പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും. പക്ഷേ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ TV ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ കിച്ചൺ കബോർഡുകൾ, ബെഡ്റൂം കബോർഡുകൾ, ബെഡ്, ടേബിൾ, ഡൈനിങ് ടേബിൾ, സോഫ, TV, അതേപോലെ വാട്ടർ ഫിൽറ്റർ, വാട്ടർ പ്യൂരിഫയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ. നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക, ഇതുവരെ കാണാത്ത, ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു. ഇനി എൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഞാനങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ശതമാനം, ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ പലരും ചെയ്തിട്ടുണ്ട്. വളരെ ദൂരെ നിന്നൊക്കെ വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട്, അതായത് സഹായിക്കാൻ ക്യാഷൊന്നും ഇല്ല അവരുടെ കയ്യിൽ, പക്ഷേ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട്, അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. പക്ഷേ എന്നാലും അവർ 5-10 ദിവസം അവിടെ വന്ന് പണിയെടുത്ത് അവർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറയാൻ ഭയങ്കര വിഷമമുണ്ട്.
നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരു വേദനയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് കേൾക്കുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേരുടെ കഷ്ടപ്പാടും അധ്വാനമാണ് ആ വീടെന്ന് പറയുന്നത്. ആ വീട്ടിൽ കിടന്നുകൊണ്ട് അവരെ തന്നെ തള്ളിപ്പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇത്രയും ഓൺലൈൻ മീഡിയയുടെ മുമ്പിൽ വന്ന് പറയണമെങ്കിൽ ചേച്ചിയുടെ തൊലിക്കട്ടി സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരാള് ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ ആ സഹായത്തിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു മാനേഴ്സ്. അതില്ലാന്ന് മനസ്സിലായി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ സഹായം ചെയ്യാനായിട്ട് മുതിർന്ന് വന്നു കഴിഞ്ഞാൽ അയാളെ മാക്സിമം ഊറ്റുക, അതാണ് ചേച്ചിയുടെ പോളിസിന്നും ചേച്ചിയുടെ വീട്ടുകാരുടെ പോളിസിന്നും നന്നായിട്ട് മനസ്സിലായി. കാര്യം കിച്ചുവിന്റെ വ്ളോഗ് കണ്ട സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. ചേച്ചിയുടെ വീട്ടുകാർ ഫുള്ള് ആ ഒരു വലിയ വീട്ടിനകത്താണ് എന്ന് എനിക്ക് മനസ്സിലായി. ആ വീട്ടിൽ ഒരു മുറിയെങ്കിലും ഉണ്ട് ഓക്യുപ്പൈഡ് അല്ലാത്തത്. ആ കിച്ചു എന്ന് പറയുന്ന കുട്ടി അവിടുന്ന് മാറി അവന്റെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ വരുമ്പോ അവന് കിടക്കാൻ ഒരു മുറിയുണ്ടോ? എല്ലാ മുറിയിലും നിങ്ങളുടെ വീട്ടുകാരല്ലേ. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, ഇവര് വീട് വെച്ചുകൊണ്ടിരുന്ന ടൈമിൽ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിക്ക് വരെ കാര്യങ്ങൾ പോയിട്ടുണ്ടെന്ന്. അതൊക്കെ ഇപ്പൊ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇമോഷണലായി പോകും. ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്ത് കൊടുത്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും, ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല, അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും. അങ്ങനെ ആരും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ ആർക്കൊണ്ടേ ചെയ്തോളൂ, ഞങ്ങൾ ഇനി ഫണ്ട് ഇല്ലാന്ന് പറയും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നനഞ്ഞരം കുഴിക്കുന്ന പരിപാടിയാണ് ചേച്ചി ചെയ്യുന്നതെന്ന്. അതാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത്. അവരൊരു വീട് വെച്ച് കൊടുക്കുമ്പം അവരെ വിളിച്ചിട്ട് പറയാണ് ഞങ്ങൾക്ക് വർക്ക് ഏരിയ വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം. നിങ്ങൾ പൈസ കൊടുത്തിട്ട് കോൺട്രാക്ട് എടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാരാണോ അവര്? അല്ലല്ലോ. അവരവരുടെ ഇഷ്ടത്തിന് ആ ശ്രുതി എന്ന് പറയുന്ന കലാകാരനോടുള്ള ആദരവ് കാരണം അവരുടെ മക്കൾക്ക് കയറി കിടക്കാൻ ഒരു വീടെന്ന കോൺസെപ്റ്റിൽ ചെയ്യുന്നതാണ്. അവരെന്താണോ തരുന്നത് അതുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റാത്ത നിങ്ങളാണ് ഇപ്പൊ വന്നിട്ട് ആ വീടിന് ചോർച്ചയുണ്ട്, മറ്റേ വീടിന് ഇതിന് ചോർച്ചയുണ്ട് എന്നൊക്കെ പറയുന്നത്. ഒരാളൊരു സഹായം ചെയ്യുമ്പോഴത്തേക്കും അതിനെ മാക്സിമം റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ ഈ വർക്ക് ഏരിയ പണിയും മറ്റേത് പണിയും എന്നൊക്കെ പറയുന്നത് അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവും നിങ്ങൾ തിരക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അവരൊരു ദാനം ചെയ്യുമ്പോഴത്തേക്കും അത് ഒരുമാതിരി മിസ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങളിത് ചെയ്തു തന്നില്ല ഞങ്ങൾ നേരെ യൂട്യൂബ് ചാനലിനെ വിളിച്ച് മറ്റേത് കൊടുക്കും മറിച്ചത് കൊടുക്കുമെന്ന്. എന്നിട്ട് ഒരു എളുപ്പമില്ലാതെ വന്നിരുന്നിട്ട് ഇപ്പൊ ഓൺലൈൻ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് വീടിന് ചോർച്ചയുണ്ടെന്ന്. ബാക്കി കേൾക്കാം. അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്നതെന്ന് മാസംഘടന 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ് വാമിങ്ങിന്റെ പരിപാടി അവിടെ നടത്തിയത്. നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അത് നിന്നിട്ടുണ്ട് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല. ഭക്ഷണം തികയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് നമ്മൾ ഒരാൾ പോലും അവിടെ ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല. പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചാകുമ്പോൾ പോവുകയും ചെയ്തു. ഒരുപാട് സ്ഥലങ്ങൾ പോകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോകുക വരെ ബന്ധപ്പെടുകയൊന്നും ചെയ്തില്ല. പക്ഷെ പിന്നെ ഈ ലൂസിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം, വെള്ളം ചെയ്തടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, 4000 രൂപ കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ ഇടിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കുന്നവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു, അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നെ അതിന്റെ മെയിൻ്റെനൻസ് ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ലോക്കലായിട്ട് മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീട് പണിതു എടുത്തു എന്ന് വെച്ചിട്ട് ആയുഷ്കാലം മുഴുവൻ ആ വീടിന്റെ മെയിൻ്റെനൻസ് ഇവർ നോക്കണം എന്നാണ് ഇവർ പറഞ്ഞു തരുന്നത്. ഇവിടുത്തെ ന്യായമാണെന്ന് എനിക്കറിയത്തില്ല. അവർ ഓൾറെഡി ഒരു എന്താ പറയുന്ന സഹായം പോലൊരു വീട് പണിത് കൊടുത്തിട്ട് ലാസ്റ്റ് അവരെ വെറുപ്പിച്ച് കൈ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ മെയിൻ്റെനൻസ് പോലും ചെയ്യാൻ കഴിയത്തില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ അഭിനയിക്കാനൊക്കെ പോകുന്നത്? അവിടെ നിന്ന് എന്താ പുളിങ്കുരുവാണോ കിട്ടുന്നേ? അല്ല അറിയത്തില്ല. എന്റെയൊക്കെ ഒരു ഇതില് എല്ലാവർക്കും ക്യാഷാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് എന്താ പുളിങ്കുരുവാണോ കിട്ടുന്നത്? അതുകൊണ്ടാണോ നിങ്ങൾക്ക് കുനിഞ്ഞൊരു കുപ്പ പോലും എടുക്കാൻ പറ്റാത്തത്? വീഡിയോ അവർ ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കുമെന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി. രേണുവിനെ കൊണ്ട് ആർക്കും ഉപകാരമില്ല, ഉപദ്രവം നല്ല പോണുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പുള്ളി പറഞ്ഞല്ലോ ഒരു മിമിക്രിക്കാരന് ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഇതോടുകൂടി പോയി കിട്ടി. അവർക്കിനി താല്പര്യമില്ല ഇതുപോലെ വന്നിരുന്നിട്ട് വിഷപ്പാമ്പുകൾക്ക് പാലൂട്ടാൻ. മനസ്സിലായല്ലോ? രേണു സുധി എന്ന് പറയുന്ന ആ സുധി എന്നുള്ള പേരെടുത്ത് മാറ്റിയ രേണു ഈസ് നത്തിങ്. അതാദ്യം മനസ്സിലാക്കുക. നോ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം നാളെ ഒരു രാവിലത്തേക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് പിന്നെ ഒരു ഐഡന്റിറ്റി ഇല്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ആക്ടിങ്ങിൽ നിങ്ങൾക്ക് സ്കില്ലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളത് ഇമ്പ്രൂവ് ആയി വരുമായിരിക്കും. അതല്ലാതെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വാല്യൂ ഇല്ലാത്തൊരു ആളാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടല്ലോ
സപ്പോർട്ട് പോലും ചെയ്യാൻ തോന്നത്തില്ല. എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് വഴി എന്തെങ്കിലും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാനെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ്. ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് മതിയായി എന്നുവെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയ ഒരു വീടാണ്. രേണുസുതി എന്ന് പറയുന്ന വ്യക്തിക്ക് കൊട്ടപ്പടി അവാർഡാണ് എല്ലാ ദിവസവും കിട്ടുന്നതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അത് വെക്ക സ്ഥലമില്ല ഗൈസ് എന്നാണ് പറയുന്നത്. ഈ ഒരു വ്യക്തിക്ക് ഒരാളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ സഹായങ്ങൾ കിട്ടുന്നത് ഇല്ലാതാക്കിയതിന് ആരെങ്കിലും ഒരു അവാർഡ് കൊടുക്കണം പ്ലീസ്. എൻ്റെ അപേക്ഷയാണ്. കാര്യം അതുപോലൊരു സൽക്കർമ്മമാണ് ചെയ്തിട്ട് വന്ന് ഈ മീഡിയയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഈ ഷോ ഓഫ് കാണിക്കുന്നത്. വെറും പുച്ഛം മാത്രം. ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ. അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ വീട്ടുകാർ ആരും ഇല്ല. അവിടെ എല്ലാം രേണുവിൻ്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നത്. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇന്നലെയും സുധിയുടെ മൂത്തമ്മനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു. അവനവൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ്. അവിടെ ആര് നിൽക്കണം എന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ. പക്ഷേ സുധിയുടെ അമ്മയും സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അതിനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം, അതിനായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും. അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത്. അത് ഞാൻ അതിനകത്ത് കൂടുതലായിരുന്നു. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അവര് വീട് വെച്ച് കൊടുത്തത് എന്താ സുധീന്റെ 2 മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതിനകത്ത് രേണുവിന്റെ ഫാമിലിയാണ് ഇപ്പൊ ആ വീടിനകത്ത് മൊത്തം ഉള്ളത്. നമ്മള് കിച്ചുവിന്റെ വ്ലോഗ് കണ്ടപ്പോ കണ്ടതാണ്. അതിനകത്ത് ഒരു മുറിയിൽ പോലും എന്താ പറയുന്നത് കിച്ചുവിന്റെ ഒരു സാധനം ഇല്ല. അതിനകത്ത് എത്ര പേരുണ്ടെന്ന് എനിക്ക് ആ വ്ലോഗ് കണ്ടപ്പോഴത്തേക്കും കൺഫ്യൂഷൻ. ഏടാ ഒരു വീട്ടിൽ എത്ര പേരടേ? അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ എന്നാലും മിനിമം മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട് ആ കുഞ്ഞിന്റെയും കൂടെയാണ്. അവൻ അവിടെ യാതൊരുവിധ വിലയില്ല. അവനൊരു അന്യനെ പോലെയാണ് അവൻ ആ സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. അവനെന്തോ ഗസ്റ്റ് വരുന്നത് പോലെ ഭയങ്കര ഫോർമാലിറ്റിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ കുട്ടിയെ വന്ന് ഋതപ്പനെ കണ്ടിട്ട് പോകുന്നത്. സ്വന്തം വീടാണ്. അതുപോലും അവർ അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് ഈ വ്ലോഗ് കണ്ട സമയത്ത് തോന്നുന്നത്. പിന്നെ കിച്ചുവിന് എന്തൊക്കെയോ മാനസികമായിട്ട് കുറെ എന്താ പറയുന്നത് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും ഈ പുള്ളി പറയുന്നുണ്ട്. പുള്ളിയുടെ അടുത്ത് സംസാരിച്ച് അത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് പുറത്തു വിടുന്നില്ല. ഞാനൊരു കാര്യം പറയാം. രേണുസുതി എന്ന് പറയുന്നത് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഒരു ആട്ടം ഉണ്ടല്ലോ, അത് ഈ കിച്ചു എന്ന് പറയുന്ന കൊച്ച് വാ തുറക്കുമ്പോൾ തീരും. അവൻ വാ തുറക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോ. അവൻ വാ തുറക്കുന്ന രേഷ്മ പി തങ്കച്ചൻ എക്സ്പോസ്ഡ് ആവും. ഓക്കെ പറയുന്നത് ദയവേദി എനിക്ക് വീടുണ്ടാക്കാൻ സഹായത്തിന് അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിന് ആരും മെസ്സേജ് അയക്കരുത്. ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല. ലോവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട്. അത് അവർക്കൊരു 4000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു പോളികാർബൺ ഷീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ. അവർക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിൻ്റെ മെയിൻ്റെനൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മറുപടിയായിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതൊന്നും താല്പര്യമില്ല. ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നത് ഭയങ്കര വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് സത്യം പറയാലോ എനിക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് നല്ല സങ്കടമാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും എഫേർട്ട് ഇട്ട് ചെയ്തൊരു പ്രൊജക്റ്റില് ഒരു നന്ദി വാക്ക് പറയണ്ട, മറിച്ച് അവരെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള ഒരു മിനിമം ഒരു മാനേഴ്സ് കാണിക്കാത്ത വ്യക്തി. ഞാൻ എന്തോ വലിയ സെലിബ്രിറ്റി ആണ്, ഞാൻ എന്തോ വലുതാണ് എന്നുള്ളൊരു ഭാവവുമായിട്ട് തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് ഇമാതിരി സാധനം വരുമ്പോൾ ഇവർക്കുണ്ടാവുന്ന ഒരു ഹേർട്ട്, അവരത് ഇനി അങ്ങനെ ഒരു പ്രൊജക്ട് എടുക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ കർമ്മ ഈസ് ഹിറ്റിംഗ് ബാക്ക്. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. ഞാനൊരു കാര്യം പറയാം. അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറഞ്ഞൊരു ചൊല്ല് ചേച്ചി കേട്ടിട്ടുണ്ടോ? അതെന്തായാലും നമുക്ക് ഉടനെ കാണാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കിച്ചു എന്ന് പറയുന്ന വ്യക്തി അതൊരു ബോംബാണ്. അതെപ്പോൾ ബ്ലാസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ കുട്ടി അതിനായിട്ട് പല രീതിക്ക് ശ്രമിക്കുന്നു. അവൻ പറയാതെ പലതും പറയുന്നുണ്ട് അവൻ്റെ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ. ഞങ്ങളെല്ലാവരും അത് വാച്ച് ചെയ്ത് തന്നെ ഇരിക്കുന്നത്. ഒരു ടൈം വന്നു കഴിഞ്ഞാൽ ചേച്ചി അത് പൊട്ടിക്കഴിയുമ്പോൾ ചേച്ചി അതോടുകൂടി ഇല്ലാണ്ടാവും സീരിയസ്ലി. പിന്നെ രേണുസുധീനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്ന കുറെ അമ്മാവന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ എൻ്റെ കമന്റ് ബോക്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ പിടിച്ച് കമന്റ് ഡിലീറ്റ് ചെയ്ത് വിടത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കമന്റിന് റിപ്ലൈ തരാൻ പോകുന്നില്ല കേട്ടോ. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഓക്കെ, ബൈ.